ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ലൈവ് വീഡിയോ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ലെവൽസൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 23,600 മുകളിൽ മാർക്കറ്റ് ഏതായാലും ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 9:17 23,606 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതാണ് എൻ്റെ ഇനീഷ്യൽ പ്ലാൻ. അതുപോലെ 23,350 താഴേക്കാണ് വരുന്നതെങ്കിൽ അപ്പ് സൈഡ്, അല്ലെങ്കിൽ ഇന്ന് 23 അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ലിക്വിഡിറ്റി ഉണ്ട്. അത് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി നമ്മളിപ്പോൾ ട്രേഡ് കുറവാണ് ചെയ്യുക, കാരണം മന്ത്ലി എക്സ്പയറി ആയതിനു ശേഷം. ബാങ്ക് നിഫ്റ്റി 50,853 എന്നുള്ള റേഞ്ചിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാം. അതുപോലെ 49,939 എന്നുള്ള ലെവലിൻ്റെ താഴേക്കാണെങ്കിൽ അപ്പ് സൈഡ് നോക്കാം. മാർക്കറ്റിൻ്റെ സ്വഭാവം അറിയാം, എപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ പോകും. കണ്ടിന്യൂസ് ഡൗൺ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയകൾ എവിടെയായിരിക്കും? ഒരു അപ്പ് സൈഡ് IDX ലിക്വിഡിറ്റി ഏരിയകളായിരിക്കും. അവിടെ നിന്നായിരിക്കും വീണ്ടും താഴേക്ക് വരിക. അതുപോലെ കണ്ടിന്യൂസ് മുകളിലേക്ക് പോകുന്ന സമയത്തും ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോകുക. എപ്പോഴും മാർക്കറ്റിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഓർഡറുകൾ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ, അല്ലെങ്കിൽ പുതിയ ഓർഡറുകളുള്ള ഏരിയയിലേക്ക് എത്തണം മാർക്കറ്റ്, എങ്കിലേ നമുക്ക് നല്ലൊരു മൊമെൻറ്റം കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഏരിയകൾ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു സ്കില്ല്. പേഷ്യൻസോട് കൂടി ഇരിക്കുക. നമ്മുടെ നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ലെവൽസിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. അപ്പ് സൈഡ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാം. നിഫ്റ്റിയിൽ ആദ്യത്തെ ഇനീഷ്യൽ ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റ് നല്ല ബെയറിഷാണ് മാർക്കറ്റ്. അതുപോലെ ബെയറിഷ് ആയതിനു ശേഷം 23,350 എക്സാക്ട്ലി ഡെയിലി IDXൻ്റെ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രീവിയസ് ഡേയിലെ ലെവൽസിൻ്റെ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് സമയം 9:34 ഉണ്ട്. നമുക്കൊരു അപ്പ് സൈഡ് എൻട്രി ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാം. 23,700 പുട്ട് ഓപ്ഷൻ നമുക്ക് ഓർഡർ ഒക്കെ കൊടുത്തിടാം. 6 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ജസ്റ്റ് എൻട്രി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഹൈയും കൂടി എടുക്കാമെന്ന്. പക്ഷേ ഞാൻ പിന്നെന്താ പറയുക, ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഒരു ഡേ ഹൈയും കൂടി ടാപ്പ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിപ്പോൾ എൻട്രി എടുക്കാം. എന്താ വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത ലിക്വിഡിറ്റി ഏരിയൻ്റെ മോഡലാണ്. ഇപ്പം നമുക്കൊരു ബൈ കൊടുക്കാം. 199. ഓക്കെ, നമ്മൾ എന്താ വെച്ചാൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ബെയറിഷ് അല്ല. അപ്പോൾ ഒരു ചെറിയൊരു മാർക്കറ്റ് ഒരു റിവേഴ്സലൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഞാൻ ഇത്രയും കാലം ബെയറിഷ് ആയിരുന്നു, ഇനി ബുള്ളിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡൗൺ സൈഡിലേക്ക് നോക്കുക. നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം പ്രീമിയം 120 ആ ഒരു ഹൈ ഏരിയ കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. മാർക്കറ്റ് എന്താ പറയുക, മാർക്കറ്റ് ഒരിക്കലും കണ്ടിന്യൂസ് മുകളിൽ പോകില്ല. അതുപോലെ കണ്ടിന്യൂസ് താഴെയും വരില്ല. എപ്പോഴും മുകളിലും താഴെയും പോകുമ്പോൾ എപ്പോഴും മാർക്കറ്റ് കണ്ടിന്യൂസ് താഴെ പോയപ്പോൾ ഒരുപാട് ആളുകൾ ഷോർട്ട് സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഒരുപാട് അപ്പ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അവരൊക്കെ എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് താഴേക്ക് വരാൻ പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എൻട്രി എടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഹൈ ഏരിയയിൽ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കാം. ഓൾറെഡി നമ്മൾ എൻട്രി വന്നിട്ടുണ്ട്. ആ സമയത്ത് ആണെങ്കിൽ ജസ്റ്റ് ഞാൻ കണ്ടതിന് ശേഷമാണ് എൻട്രി വന്നത്. അപ്പോൾ നമുക്കൊരു ഹൈ ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ എടുക്കാം. IDX ഓൾറെഡി എടുത്തതാണ്. പക്ഷെ പ്രീമിയം പിന്നെയും കുറയുന്നൊന്നുമില്ലല്ലേ തോന്നുന്നത്. 120 തന്നെ നിൽക്കുകയാണ്. പക്ഷെ താഴേക്ക് വരട്ടെ. ടാപ്പ് ചെയ്ത് ലിക്വിഡിറ്റിയിലെ ടാപ്പ് ചെയ്തിട്ട് എപ്പോഴും മാർക്കറ്റ് റിയാക്ഷൻ ഉണ്ടല്ലേ. 117 എത്തിയിട്ടുണ്ട്. നമുക്ക് ബൈ കൊടുക്കാം. 117 നമ്മുടെ ബൈ ഓർഡർ ഹിറ്റായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 4 പോയിന്റ് കയറിയിട്ടുണ്ട് അല്ലേ ഒറ്റയടിക്ക്. 2,000 രൂപയൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ ഡേ ലോ മാർക്കറ്റ് എടുക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് മാർക്കറ്റ് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ബെയറിഷായ മാർക്കറ്റ് എപ്പോഴും നല്ല അപ്സൈഡ് പോയി കാണിച്ചിട്ട് മാക്സിമം ഏറ്റവും കൂടുതൽ ഇനി ലിക്വിഡിറ്റി ഉള്ള ഡൗൺ സൈഡ് ഇന്നത്തെ ഡേ ലോൻ്റെ താഴെയാണ്. അപ്പോൾ ആ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡാണ് അല്ലേ. നല്ല പോയിൻറ്റ്സ് ഉണ്ടാവും കിട്ടുകയാണെങ്കിൽ. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോയിൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല പ്രോഫിറ്റിലേക്കും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. നല്ല ടാർഗറ്റ് അടിക്കുക മീൻസ് മൊമെൻറ്റം കിട്ടുന്നതാണ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കുറച്ച് നമ്മൾ മന്ത്ലി എക്സ്പയർ ആയതുകൊണ്ട് അധികം ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് നോക്കണുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട് ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി. നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് 50 അത് ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിലാണല്ലേ. ബാങ്ക് നിഫ്റ്റിൻ്റെ സ്പോട്ട് ചാർട്ടിൽ 50,800 സംതിങ്ങിലാണെന്ന് തോന്നുന്നുണ്ട്. ഇനി അതെടുക്കാൻ പോവുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ SL അടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഏതായാലും നോക്കാം. നമുക്ക് എന്താ പറയുക, സമയം 9:37 ആയിട്ടുള്ളൂ. ടൈം ഒരുപാടുണ്ട് അല്ലേ. ടാർജറ്റ് ഡേലോ വരെയൊക്കെ വരാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. 510 ടാർജറ്റ് അടിക്കാണ്ട് ഇത് 170 പോയിൻ്റൊക്കെ ഉണ്ട്. 170 പോയിൻ്റ് പറഞ്ഞാൽ 100 പോയിൻ്റൊക്കെ ഉണ്ടാവും പ്രീമിയത്തിൽ. 100 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 30,000 ഒക്കെ വരും, 35,000 ഒക്കെ വരും അല്ലേ. ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ പൊളിച്ച്, ഇല്ലെങ്കിലോ
ഇല്ലെങ്കിൽ പോയി വേറൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റ് എപ്പോഴും മുകളിൽ പോകും, മീൻസ് പിന്നെ എന്താ പറയുക, ബെയറിഷ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി താഴെ വരുന്നുള്ള പ്രതീക്ഷയിൽ ട്രേഡാണ്. അതിനൊന്നും സമയം ഉണ്ടാവില്ലെന്നോ, അതിൻ്റെ മുമ്പ് തന്നെ ബസ്സെല്ലാം അടിക്കുന്ന എനിക്ക് തോന്നുന്നു. 1200 നമ്മുടെ മാക്സ് ലോസ് അല്ലേ. അടിച്ചിട്ടുണ്ട്, എസ്സെല്ലാം അടിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന്. ട്രേഡ് എടുക്കാൻ സമയമില്ലല്ലേ, മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഫസ്റ്റ് ട്രേഡ് വളരെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതായാലും നല്ല ഓപ്പർച്യൂണിറ്റി വരട്ടെ. എന്ന് ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഇപ്പോൾ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റിൻ്റെ സ്പോട്ടിലും ഉണ്ട് ലിക്വിഡിറ്റി 50. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ എൻട്രി ഏരിയാസൊക്കെ ഇവിടെ കാണാം, ടൈമൊക്കെ. ഓക്കെ, ഏതായാലും നല്ല ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:17. ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പ് സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ടാർഗറ്റിലേക്ക് തിരികെ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പ് സൈഡും വേറെ ലിക്വിഡിറ്റി ഉണ്ട്, അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കാം. പക്ഷേ താഴേക്ക് ടാർഗറ്റിലേക്ക് വലിയ ഡിസ്റ്റൻസ് ഇല്ല. 23,725 ആകുമ്പോൾ ബുക്ക് അത്രേ ലെവലുള്ളൂ. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് നോക്കാം, താഴേക്ക് നോക്കാം. പക്ഷേ രണ്ടിനും ഡിസ്റ്റൻസ് കുറവാണ്. ഡൗൺ സൈഡിലൊരു ഇൻറ്റേർണൽ ഏരിയ കേട്ടോ. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:22. നമ്മൾ ആ ഒരൊറ്റ ട്രേഡ് തന്നെ എടുത്തിട്ടുള്ളൂ രാവിലെ. അതിനുശേഷം ഒരു ട്രേഡ് എടുത്ത് അപ്പോൾ തന്നെ ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ നിന്നൊരു ട്രേഡ് ഡൗൺ സൈഡിലേക്കുള്ളൊരു ട്രേഡാണ്. ഒരു അഗ്രസീവ് എൻട്രി, നമ്മുടെ ഒരു 5 മിനിറ്റ്സ് ഒക്കെ അഗ്രസീവ് എൻട്രി വന്നിട്ടുണ്ട് അവിടെ. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ട്രേഡ് പ്ലാൻ ചെയ്യണ്ട എന്നാണ് ഞാൻ ഇപ്പോൾ ഇനിഷ്യലി വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ 50 മിനിറ്റ്സ് ടാപ്പ് ആ ഒരു ഏരിയ അത്രയും ഡിസ്റ്റൻസിലേക്ക് വെക്കേണ്ടി വരും ടാർഗറ്റ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയ അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യണം. പക്ഷേ അവിടെ നിന്ന് ഞാൻ എൻ്റെ എടുക്കാത്തതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ ആ ഒരു ഏരിയ നിന്ന് ടാർഗറ്റിലേക്ക് ആകെ 46 40 പോയിൻറ്റ് 41 പോയിൻ്റ് കണ്ടുള്ളൂ ഞാൻ നോക്കിയപ്പോൾ സമയത്ത്. ആ ഒരു അതിൽ നിന്ന് ടാർഗറ്റിലേക്ക് 41 പോയിൻ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് വേണ്ട ഒഴിവാക്കുക. കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ 1:5 കിട്ടുമോ ചാൻസ് കുറവാണ്. അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. ഇനി താഴെ ടാപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ മുകളിലേക്ക് നോക്കാൻ പറ്റില്ല. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇതേ ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. അപ്പം ആ എൻട്രി നമുക്ക് റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. പ്രീമിയം നോക്കുകയാണെങ്കിൽ 23,800 പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം നമുക്ക് നോക്കിയാൽ കാണാം. അവിടെ ആ എൻട്രി വന്നത് എനിക്ക് തോന്നുന്നു 103 റേഞ്ചിലെങ്ങാണ്ടായ സമയത്താണ്. 103 ആ റേഞ്ചിലെങ്ങാണ്ടായ സമയത്ത് എൻട്രി വന്നിട്ടുണ്ട് അവിടെ. ടാർഗറ്റിലേക്ക് 1:5 മീൻസ് നമ്മൾ മിനിമം ഒരു 50 പോയിൻ്റെങ്കിലും നിഫ്റ്റിയിലുള്ള ട്രേഡിനാണ് ഞാൻ അധികം പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രേഡ് ഒഴിവാക്കിയത്. നമ്മുടെ പ്രോപ്പർ സെറ്റപ്പ് പ്രകാരം ഒരു ട്രേഡ് തന്നെ ഉണ്ട് അവിടെ. പക്ഷേ ചെറിയൊരു ടാർഗറ്റ് ആയതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമെന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അത് എടുത്ത് ചോദിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സ്കാൽപ്പിംഗ് പോലെ എത്രയാണോ നമുക്ക് ടാർഗറ്റ് കിട്ടുന്നത് അവിടെ ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ 1:3 ഇട്ടാം 4 ഇട്ടാം റേഞ്ചിൽ കിട്ടാൻ മീൻസ് ഇൻ കേസ് വരികയാണെങ്കിൽ അങ്ങനെയും വരും. ഏതായാലും നോക്കാം, ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് പോലെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:44 നമ്മൾ അപ്പ് സൈഡിൽ നിന്ന് നോക്കാൻ പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പലപ്പോഴും ലിക്വിഡിറ്റി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നന്നായി റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എൻട്രി എടുത്തിട്ടില്ല. അത് 12:45 ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ടാർഗറ്റ് 103 എൻട്രി കിട്ടിയാൽ 132 നിയർലി 1:5 വരെ തന്നെ പോയിട്ടുണ്ട് അല്ലേ. നമ്മൾ 1:5 ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ എൻട്രി എടുക്കാതിരുന്നത്. പക്ഷേ 1:5 റേഞ്ചിലൊക്കെ പോയിട്ടുണ്ട് മാർക്കറ്റ്. സ്റ്റക്കായി തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു എൻട്രി ഇനി അപ്പോൾ അവിടെ നമുക്ക് അപ്പ് സൈഡ് നോക്കാം. ആ മറ്റൊരു ഏരിയയാണ് 130 അല്ലേ, 130 സംതിങ്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട് എന്നുള്ളത് അല്ലേ. അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് എക്സാക്ട്ലി ആ ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യണം. ഞാൻ നേരത്തെ പോലെ തന്നെ ട്രേഡ് എടുക്കാത്തതിൻ്റെ റീസൺ അവിടേക്കും ടാർഗറ്റ് കുറവാണെന്നില്ല വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കാരണം അവിടെ ഒരു ട്രെൻഡ് ലൈൻ പോലെയൊക്കെ ഫോം ആവുന്നുണ്ട്. അപ്പ് സൈഡ് ലിക്വിഡിറ്റി അതൊരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയാണ് ഇപ്പം അപ്പ് സൈഡ് ഉള്ളത്. അവിടെ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൗൺ സൈഡ് നോക്കാം. ആ മുകളിലെ ഏരിയയിൽ എത്തുന്ന സമയത്ത്
പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. ഒരു ചെറിയൊരു സ്കാൽപ്പിംഗ് പോലെ വേണമെങ്കിൽ ഇവിടുന്ന്. അതൊരു ട്രെൻഡ് ലൈൻ ഏരിയയാണ്. അതുപോലെ ഡൗൺ സൈഡ് ഓൾറെഡി ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഒരു 1 മിനിറ്റിലൊരു നമുക്കൊരു എൻട്രി തരികയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. താഴേക്ക് വരാതെ മുകളിലേക്ക് തന്നെ പോകാൻ തോന്നുന്നുണ്ട് എനിക്ക്. മാർക്കറ്റ് വരട്ടെ, ആ എൻട്രി ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്കാൽപ്പിങ് ചെയ്യാം. വലിയ ടാർഗറ്റൊന്നുമില്ല. ഈ ഒരു ഹൈൻ്റെ ഏരിയൻ്റെ അവിടെ വരെ നമുക്ക് 25 പോയിൻറ്റേ കണ്ടുള്ളൂ. 25 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 പോയിൻ്റ് കിട്ടിയാലായി. നമുക്ക് ചെറിയ ആ സെയിം സ്റ്റോപ്പ് ലോസ് സെയിം തന്നെ 1:2 ടാർഗറ്റ് അടിക്കുകയാണ്. 1:2-3 റേഞ്ചിൽ മാക്സിമം കിട്ടുള്ളൂ. പക്ഷേ അതൊരു സ്കാൽപ്പിംഗ് പോലെ നമുക്ക് ചെറിയൊരു, കാരണം അപ്സൈഡിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി 50 മിനിറ്റ്സിൻ്റെ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടേക്ക് ടാപ്പ് ചെയ്യാൻ ഹൈ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. നോക്കാം, വെയിറ്റ് ചെയ്യാം. അവിടെ എത്തട്ടെ. നമ്മുടെ എന്താ പറയുക, കുറച്ചും കൂടി താഴെ വരട്ടെ. 723, 739 ഒരു 8 പോയിൻറ്റും കൂടെ താഴെ നമുക്ക് എടുക്കാം. അതുപോലെ ബാങ്ക് നിഫ്റ്റി 50,000 താഴെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണ്ടല്ലേ. അപ്പോൾ 51,000 താഴെ. അപ്പോൾ 51,000 ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് ഫ്യൂച്ചർ ചാർട്ടിലൊന്നുകൂടെ. അപ്പോൾ ആ ഒരു മൊമെൻറ്റാണ് താഴേക്ക് വരുന്നുണ്ട്. നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. 39 4 പോയിൻറ്റ് കൂടെ താഴെ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 23 750 700 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ നോക്കാം. നമുക്ക് ഒരു 114 വരികയാണെങ്കിൽ നമുക്ക് എടുക്കാം അല്ലേ. 115 താഴെ വരട്ടെ. 6 പോയിൻറ്റ്സ് SL. നമുക്കൊരു സ്കാൽപ്പിംഗ് ആണിത്. അത് താഴേക്ക് വരുന്നുണ്ട്. ഒരു പട്ടിക്കും വരുന്ന 740 ഫ്യൂച്ചറിൽ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ സ്പോട്ടിൽ എത്തിയിട്ടില്ല. സ്പോട്ടിൽ വരട്ടെ. 39 എത്തിയിട്ടുണ്ട്. 39.80 തന്നെ എത്തിയിട്ടുള്ളൂ അല്ലേ. അതിൻ്റെ താഴേക്ക് വന്നിട്ടില്ല. താഴേക്ക് വരട്ടെ. ഒരു പോയിൻറ്റും കൂടെ താഴേക്ക് വന്ന് നമുക്ക് എൻട്രി എടുക്കാം. 115 നിൽക്കുന്നുണ്ട്. 114 വരാൻ ചാൻസ് ഉണ്ട്. അവിടേക്ക് വരുന്ന എനിക്ക് തോന്നുന്നു. ഈ ഒരു ലോ പറയുമ്പോൾ 114 114.90 115 ആയിരിക്കും കിട്ടുകയാണെങ്കിൽ മിക്കവാറും. വെയിറ്റ് ചെയ്യാം. 23,700. എൻട്രി തരാതെ പോയോ? എൻട്രി തരാതെ പോകുമ്പോൾ അങ്ങനെയും പ്രശ്നമില്ലേ. തന്നാൽ അതും വലിയ പ്രശ്നം. പിന്നെ മുകളിലേക്ക് പോകണമെന്നുള്ളത്. നമുക്ക് വേറെയും സുഖമുണ്ട്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്കുള്ള നല്ല എൻട്രി നോക്കട്ടോ. ഒന്ന് വലിയ ടാർഗറ്റ് വെക്കുക. കാരണം മാർക്കറ്റ് ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഓവറോൾ ബെയറിഷായ മാർക്കറ്റ് നല്ല റിവേഴ്സൽ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്സൈഡ് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല അടിപൊളി ട്രേഡിന് പ്ലാൻ ചെയ്യാം. കിട്ടുമോ ഇല്ലയെന്നറിയില്ല. പക്ഷേ അപ്സൈഡ് വരികയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നല്ല ട്രേഡിന് പ്ലാൻ ചെയ്യാം. ഈ സ്കാൽപ്പിങ്ങിൽ എൻട്രി കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഇത് കിട്ടിയാൽ ഇത് വേറെ ഇത് SL അടിച്ചാലും ഞാൻ ഒരു എൻട്രി കൂടി ഞാൻ നോക്കുക ഏതായാലും. കാരണം ഇൻ കേസ് ഇത് SL അടിച്ചിട്ട് അപ്സൈഡ് പോവുകയാണെങ്കിൽ അപ്സൈഡ് ലിക്വിഡിറ്റി 23,765 മുകളിൽ പോവുകയാണെങ്കിൽ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ആണത്. അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ താഴേക്ക് ഒരു എൻട്രി നോക്കും. ഇനിയിപ്പോൾ ഈ എൻട്രി കിട്ടിയിട്ട് SL അടിച്ചാൽ ഇപ്പോൾ രണ്ട് SL ആവും. പക്ഷേ മൂന്നാമത്തെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഞാൻ നോക്കും. കാരണം ഇന്ന് ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ആണ് മുകളിൽ. അത് ടാപ്പ് ചെയ്ത് താഴേക്ക് വരാൻ നല്ല പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് കുറച്ച് വലിയ ടാർഗറ്റ് വെക്കാം നമുക്ക് ആ ഒരു ട്രേഡ്. ഇത് ഇൻ കേസ് ടാർഗറ്റ് വരികയാണെങ്കിൽ തന്നെ ചെറിയ എൻട്രിയിലേക്ക് വരുന്നുണ്ടല്ലേ. 23,741. ഇനി 2-3 പോയിൻറ്റും കൂടെ താഴെ വന്നാൽ എൻട്രി എടുക്കാൻ നോക്കാം. എന്താ അല്ലേ എൻട്രി വരാത്ത ഹൈ വരുന്നുണ്ട് വരും ഇപ്പോൾ നല്ല. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻട്രി എടുക്കുകയാണെങ്കിൽ. കാരണം മാർക്കറ്റ് അവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കാം. വരുന്നുണ്ട് എൻട്രി എടുത്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഏതായാലും വീണ്ടും മുകളിലേക്ക് തന്നെ. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് പോയിന്റ് താഴെ വരികയാണെങ്കിൽ എൻട്രി എടുക്കുള്ളൂ. എൻട്രി എടുത്താൽ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:17 ഇപ്പോൾ എന്താ പറയുക, ആ എൻട്രി നല്ല പോയിന്റ് അല്ലേ. ആ എൻട്രി അത്യാവശ്യം പോയിന്റ് 130 വരെയൊക്കെ പോയി പ്രീമിയം. നമുക്ക് ആ എൻട്രി കിട്ടിയില്ല കേട്ടോ. ആ എൻട്രി വെയിറ്റ് ചെയ്ത് പക്ഷേ എൻട്രി വന്നിട്ടില്ല. ടാർഗറ്റ് ഞാൻ പറഞ്ഞ അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നതായിരുന്നു നന്നാവുക. 23,800 പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യാൻ പോവാണ്. അതായത് മാർക്കറ്റ് ഒരു അഗ്രസീവ് എൻട്രിയാണ് ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. ഓൾറെഡി അവിടെ നിന്ന് മൂവ് ചെയ്തോ.
നമ്മൾ ആ ഒരു എൻട്രി ഉണ്ടല്ലോ ടാർജറ്റ് നിഫ്റ്റിയിൽ താഴെ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ടാപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞ അപ്സൈഡിലുള്ള ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് 23,765. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഇന്നത്തെ 2 എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാത്ത എൻട്രിയാണ്. മീൻസ് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി താഴെ നിന്ന് മുകളിലേക്ക് നോക്കി. ഇത് ടാർജറ്റ് ഇല്ല എന്ന് പറഞ്ഞ് എടുക്കാതെ പോയ സാധനം 2 ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. നോക്കണ്ട. അപ്പോൾ ഇതൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയാണ്. നല്ല പ്രതീക്ഷ മീൻസ് മാർക്കറ്റ് നല്ല റിയാക്ട് ചെയ്യണം. അതുപോലെ ബാങ്കിലും ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബാങ്കിൽ ടാർജറ്റ് അധികം ഇല്ല. പക്ഷേ നിഫ്റ്റി ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് വലിയ ടാർജറ്റ് വെക്കാം. വലിയ ടാർജറ്റ് താഴെയുള്ള ഒരു 50 മിനിറ്റ്സിൽ ഫസ്റ്റ് ടാർജറ്റ് വെക്കാം. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ടാർജറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ട്രെയിലിംഗ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ നല്ലൊരു എക്സ്പെക്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഡൗൺ സൈഡ്. കാരണം മാർക്കറ്റ് നന്നായിട്ട് ബുള്ളിഷ് ആയതാണ്. അപ്പോൾ താഴേക്ക് വരാനൊരു പ്രോബിലിറ്റി ഉണ്ട്. നമുക്കൊരു അഗ്രസീവ് എൻട്രി എടുക്കുക. ഞാനൊരു എന്താ പറയുക, ഒരു അഗ്രസീവ് എൻട്രി എടുക്കാം. ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ 51,000 മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്ക് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ബാങ്ക് ഇന്നത്തെ ഡേ ഹൈ എടുക്കട്ടെ. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈ എടുക്കുകയാണ്. നമുക്ക് ആ ട്രേഡ് എടുക്കാം. നിഫ്റ്റിയിലുള്ള ആ ഒരു ടാപ്പിങ്ങിൽ ഞാൻ എൻട്രി, അതൊരു നമ്മൾ 5 മിനിറ്റ്സിലൊക്കെ ട്രൈ ചെയ്യുന്ന പോലത്തെ ഒരു അഗ്രസീവ് എൻട്രി വന്നിരുന്നു. പക്ഷേ അത് ഒരു 50 മിനിറ്റ്സിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല പൊതുവേ. പക്ഷേ മാർക്കറ്റ് നന്നായി മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 50 മിനിറ്റ്സിൻ്റെ അത്തരം 5 മിനിറ്റ്സ് പോലുള്ള എൻട്രി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പ്രീമിയം റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ ട്രേഡ് എടുക്കാം. ഞാൻ നല്ലൊരു വലിയ ടാർജറ്റ് തന്നെ ഉണ്ട് ഈ ട്രേഡിൽ എന്ന് പറയാം. ഇൻ കേസ് പോവുകയാണ്. ഇനി മാർക്കറ്റ് കണ്ടിന്യൂസ് മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യട്ടോ. ഇനി ഞാൻ ട്രേഡ് ചെയ്യില്ല. കാരണം മാർക്കറ്റ് നമ്മൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. നിഫ്റ്റിയിൽ ആ ട്രേഡ് പ്ലാൻ ചെയ്യാം. നമ്മൾ നോക്കിയാൽ രസമല്ല. ഫസ്റ്റത്തെ എസ് എൽ അടിച്ച് ചെയ്ത് നമുക്ക് ഇന്ന് പ്ലാൻ ചെയ്തത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന പറഞ്ഞിടത്തൊക്കെ എക്സാക്ട്ലി മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് ലിക്വിഡിറ്റിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിം ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്താലുള്ള ഗുണം അതാണ്. നമുക്ക് ഏതായാലും ട്രേഡ് എടുത്താലോ. പ്രീമിയം വീണ്ടും ആ ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിഫ്റ്റിയിൽ ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുക്കാൻ പോവാണ്. എൻട്രി എടുത്തിട്ടുണ്ട്. അതൊരു പ്രോപ്പർ ആയിട്ട് നമ്മളെ സിസ്റ്റം എന്താ വെച്ചാൽ ഒരു 5 മിനിറ്റ്സിലേക്കുള്ള പോലത്തെ ഒരു സിസ്റ്റം. അത് കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എൻട്രി നേരത്തെ വന്നതാണ്. നമുക്ക് അതിന് മുമ്പ് അതായത് ഈ ഒരു ടൈമിൽ 11:17 വന്നിട്ടുണ്ട് ശരിക്കും ആ ഒരു എൻട്രി. സമയത്ത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ സമയത്ത് എടുക്കാതെ നിന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അപ്സൈഡിലേക്കുള്ള ട്രേഡ് ടാർജറ്റ് അടിച്ചെന്ന് പറഞ്ഞ ഏരിയ ഈ ലോ അല്ല. നമുക്ക് 50 മിനിറ്റ്സിൻ്റെ ലോ നോക്കാം. അത് കാരണം നല്ല ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്താണ് മാർക്കറ്റ്. അപ്പോൾ ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം 75 പോയിൻ്റൊക്കെ ഉണ്ട്. അത് 75 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1:5 എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല മൂവ്മെൻറ്റും കിട്ടുന്നില്ലേ മൂവ്മെൻറ്റ്. പക്ഷേ പ്രീമിയത്തിനൊരു മൂവ്മെൻറ്റും കാണുന്നില്ലല്ലോ. എന്താ ചെയ്യാം നോക്കട്ടെ. ട്രെയിലിംഗ് എന്താ പറയുക, ട്രെയിലിംഗ് മെത്തേഡ് ഇൻ കേസ് എസ് എൽ അടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. അതായിരിക്കും നന്നാവുക. ഇനിയും പിന്നെയും നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു ട്രേഡ് എസ് എൽ അടിച്ചു. രണ്ടാമത്തും കൂടി കാരണം നേരത്തെ ആ ട്രേഡ് എൻട്രി കിട്ടിയിരുന്നെങ്കിൽ അത് എസ് എൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി എടുക്കാമായിരുന്നു. ഇതും കൂടെ ഇത് എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഇന്നത്തെ ദിവസം. കാരണം പിന്നെ റിസ്ക്കാണ്. 2 എസ് എൽ വന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ ഡൗൺ സൈഡിൽ നിന്ന് എൻട്രി എടുത്തിട്ട് എസ് എൽ അടിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് അപ്സൈഡ് ലിക്വിഡിറ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. കാരണം ഞാൻ മാർക്കറ്റ് ഡൗണിലേക്ക് പോകുന്നുള്ളതാണ് എനിക്ക് കൂടുതൽ പ്രതീക്ഷ തന്നത്. കാരണം മാർക്കറ്റ് പ്രശ്നം എന്താ വെച്ചാൽ ഇത്രയും ബുള്ളിഷായി പോകുമ്പോൾ ഇങ്ങനെ ഡൗൺ സൈഡിലേക്ക് നമ്മളെങ്ങനെ ട്രൈ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമാണ്. അല്ലെ ആളുകൾ ചോദിക്കുന്നതാണ്. ലിക്വിഡിറ്റി IDXൻ്റെ പ്രത്യേകത ഇതാണ്. നമുക്ക് അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോഴാണ് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി ഉണ്ടാവുക. അതുപോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ അപ്സൈഡിലേക്ക് എൻട്രി ഉണ്ടാവുക. അതാണ് എൻ്റെ ഒരു ട്രേഡിങ്ങിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ ബുള്ളിഷായി പോകുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ബാരിഷ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ബാരിഷായി പോകുമ്പോൾ ബുള്ളിഷിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഈ ട്രെൻഡ് കണ്ടിന്യൂഷനും ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം IDX എടുത്താണ് നമുക്ക് മുകളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ടാർജറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡിൻ്റെ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ്. അത് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെയുണ്ട്. പക്ഷേ മാർക്കറ്റ് നല്ല ബാരിഷാന്ന് തോന്നുന്നു. നമുക്ക് അത് ടാർജറ്റിലേക്ക് പറക്കുമെന്ന് തോന്നുന്നു. പ്രീമിയം പോവില്ലല്ലോ. അങ്ങോട്ട് പറന്നൂടെ അങ്ങോട്ട്. വരുന്നുണ്ട്. ഇതേതായാലും നമുക്ക് പക്ഷേ നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രി വന്നിട്ടില്ല കേട്ടോ. അതിൽ ഞാനൊരു അഗ്രസീവ് എൻട്രി എടുത്തതാണ്. ആ എൻട്രി സെറ്റപ്പ് പ്രകാരം വരികയാണെങ്കിൽ അടിപൊളിയായി ഞാൻ കൂടെ. അപ്പോൾ ഒരു പ്രതീക്ഷയായി, കൺഫർമേഷനായി. ഒരു എൻട്രി കൂടി എടുക്കേണ്ടി വരും. പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. 350 ക്വാണ്ടിറ്റി കൂടി എൻട്രി വരികയാണെങ്കിൽ
വരട്ടെ വരട്ടെ, താഴേക്ക് വരട്ടെ, പറന്നുകൂടെ അങ്ങോട്ട്. നമ്മളെ സെറ്റപ്പ് പ്രകാരം വന്നിട്ടില്ല. 1 മിനിറ്റിൽ എൻട്രി വന്നിട്ടില്ല. 1 മിനിറ്റിൽ എൻട്രി വരികയാണെങ്കിൽ ഒന്നുകൂടി എടുക്കുക. ഒന്നുകൂടി എടുക്കല്ല, അത് ഒരു പ്രതീക്ഷയായി കുറച്ചും കൂടി അല്ലേ മാർക്കറ്റ്. 1 മിനിറ്റിലും കൂടി ഒരു 1 മിനിറ്റിലൊരു ADX ഏരിയയും കൂടി ക്രിയേറ്റ് ചെയ്ത് അതും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്താൽ നല്ലൊരു സ്ട്രെങ്ത് കാണും താഴേക്ക് വരാൻ. നോക്കാം. ഞാനേതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം നമുക്ക് എന്താ അവസ്ഥ നോക്കാം. നല്ല ക്യാൻഡിൽ വരുന്നുണ്ടല്ലേ. 1500 രൂപയൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 2000 ആയിട്ടുണ്ട്. 1:1 ആയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. താഴേക്ക് വരട്ടെ, താഴേക്ക് വരട്ടെ. ഏതായാലും ഇത് ട്രെയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം നമുക്ക്. ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ ബുക്ക് ചെയ്യണ്ട, ബുക്ക് ചെയ്യാതെ ഇൻ കേസ് ടാർജറ്റ് വരികയാണ് കേട്ടോ, പ്രതീക്ഷ പറയാണ്, ട്രെയിൽ ചെയ്ത് പോവാം, അതായിരിക്കും നന്നാവുക. മാർക്കറ്റ് മാക്സിമം ബെയറിഷ് മോഡിലാണെങ്കിൽ നല്ല ബുള്ളിഷായതാണല്ലോ. ഇന്ന് രാവിലെ മുതൽ ബുള്ളിഷായി. ഈ 2 ടൈപ്പ് ആളുകളുണ്ട്. ഒന്ന് മാർക്കറ്റ് ബെയറിഷ് ആകും എന്ന് മീൻസ് അത്രയും ബെയറിഷായ മാർക്കറ്റിൽ എഗെയിൻസ്റ്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഈ ഷോർട്ട് സെല്ല് ചെയ്തിട്ട് ആളുകളൊക്കെ ഉണ്ട്, ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് ഓരോ ലെവലിൻ്റെ മുകളിൽ. അപ്പോൾ അവരൊക്കെ എസ് എൽ അടിച്ചടിച്ച് മാക്സിമം പോയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ആളുകൾ ഇന്ന് മുകളിലേക്കും കയറിയിട്ടുണ്ടാവും. മാർക്കറ്റ് ബെയറിഷ് മാറി കഴിഞ്ഞ് ബുള്ളിഷായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുകളിലേക്കും കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകളെയും കൂടി മാർക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്, മാക്സിമം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാള് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മാക്സിമം ഇന്നത്തെ ദിവസം ക്യാപ്ചർ ചെയ്യണം. ഇന്നത്തെ കുറേ പിന്നെ ടാർജറ്റ് അങ്ങോട്ട് വന്നിട്ടില്ലല്ലേ, വലിയൊരു ടാർജറ്റ് വെച്ച് ബുക്ക് ചെയ്തിട്ട് കുറേ ഒരു 1:5 ഒക്കെ കിട്ടണുള്ളൂ മാക്സിമം. വലിയൊരു ടാർജറ്റ് ബുക്ക് ചെയ്തിട്ട് കുറേ കാലം ഇന്നത്തെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ടാർജറ്റ് ബുക്ക് എത്തിയാൽ നോക്കാം നമുക്ക്. അവിടെ എത്തുമ്പോഴുള്ള പ്രൈസ് ആക്ഷൻ നോക്കാം. ആ ടാർജറ്റ് എത്തേണ്ട പാതി ആദ്യം ഭയങ്കര പ്ലാനിങ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. പോണ്ട് പറക്കുന്ന എനിക്ക് തോന്നുന്നത് 4000, 4500 ആയിട്ടുണ്ട്. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാം. സമയം 1:48. ഞാനത് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ ചാൻസ് വരികയാണെങ്കിൽ ഒന്നുകൂടി എടുക്കുക. കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി അല്ലല്ലോ, അഗ്രസീവ് എൻട്രിയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ എൻട്രി സെറ്റപ്പ് 1 മിനിറ്റിലൊരു എൻട്രി കിട്ടാണ് എടുക്കുക. അതിന് എൻട്രി എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി മുകളിൽ പോയിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം DK കിട്ടും നമുക്ക്. അപ്പോൾ അതിലെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തത്. കാരണം മാർക്കറ്റ് ആ ഏരിയ തന്നെ നിന്ന് കളിക്കുകയാണ്. അതുപോലെ ഫ്യൂച്ചർ ചാർട്ടിലൊന്നും എടുത്തിട്ടുമില്ല. ബാങ്ക് നിഫ്റ്റിയാണ് 51,000 മുകളിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴേക്കൊന്ന് ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കുറേ നേരം 51,000 മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു ബാങ്ക്. അപ്പോൾ മാക്സിമം ഒരുപാട് നേരത്തെ 51,000 താഴെയായിരുന്നു. അപ്പോൾ ആളുകളെയൊക്കെ ഇപ്പോൾ 51,000 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് ബാങ്ക് ഇനി അപ്സൈഡിലേക്ക് ആയിരിക്കും എന്ന് പോകുന്നു വിചാരിച്ച് 51,000 ടാപ്പ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം 51,000 ടാപ്പ് ചെയ്യുമ്പോഴും ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് കരുതിയിട്ട് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത് ഒന്നുകൂടി വരട്ടെ. ഇനി ഈ ഒരു ഹൈൻ്റെ മുകളിൽ ഒന്നുകൂടി മാർക്കറ്റ് പോട്ടെ. നമ്മളെ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് വന്ന് നമുക്ക് എടുക്കാം. നമ്മളൊരു അഗ്രസീവ് ആണല്ലോ എടുത്തത്. അപ്പോൾ നമ്മുടെ എൻട്രി സെറ്റപ്പ് വരികയാണെങ്കിൽ ഒന്നുകൂടി എടുക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തത്. ചിലപ്പോൾ മാർക്കറ്റ് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തല്ല, മാർക്കറ്റ് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് ചിലപ്പം പ്രീമിയം ഒന്ന് DK വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ 6 പോയിന്റ് ചിലപ്പോൾ പെട്ടെന്ന് അടിച്ചു. അതുകൊണ്ടാണ് കോസ്റ്റിൽ അടിച്ച് കൊടുത്ത് കേട്ടോ. സാധാരണ നമ്മൾ കോസ്റ്റിൻ്റെ പരിപാടി 1:5 ആയാലേ ചെയ്യാറുള്ളൂ. പക്ഷേ മാർക്കറ്റിൽ അവിടെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ തോന്നുന്നുണ്ട്. മാർക്കറ്റ് അങ്ങനെയുള്ളൊരു റെസിസ്റ്റൻസ് ഏരിയ കുറച്ച് നേരം നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഉള്ള ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും താഴെ വരിക. അപ്പം നമുക്ക് കുറച്ചും കൂടി താന്ന പ്രീമിയത്തിൽ കിട്ടും. അപ്പം നമുക്ക് കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി താന്ന റേഞ്ചിൽ പ്രീമിയം കിട്ടുകയാണെങ്കിൽ അടിപൊളിയാവും അല്ലേ. അപ്പോൾ നമുക്ക് അവർ എൻട്രി കളയും വേണ്ട. ഒരു 2 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പിന്നെ നമുക്ക് ഇന്ന് ട്രേഡും ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ മിക്കവാറും ചിലപ്പോൾ നമ്മൾ SL അടിച്ചിട്ടായിരിക്കും പറന്ന് താഴേക്ക് വരിക. അപ്പോൾ അത് ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ് പ്രൈസിൽ കൊടുത്തതാണ്. ഏതായാലും നോക്കാം. 2 പ്രതീക്ഷയാണ് ഈ ട്രേഡിന് താഴേക്ക് വരാനുള്ള. എനിക്ക് ഒന്ന്, ബാങ്ക് കുറേ നേരമായിട്ട് 51,000 മുകളിൽ കിടന്ന് കളിക്കുന്നുണ്ട് അവിടെ. ആളുകളങ്ങനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും 51,000 അങ്ങനെ നമ്മൾ പറയാം കേട്ടോ. ഇനിയിപ്പോൾ 51,000 മുകളിലേക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചും പറയേണ്ടി വരും. മാർക്കറ്റ് അങ്ങനെയും സംഭവിക്കുക നമുക്കറിയില്ല. നമ്മളൊരു ഐഡിയ പറയാണ്.
51,000 ഇങ്ങനെയാണ് ചാൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ ഇത്ര ഇമ്പോർട്ടൻറ്റ് ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ സപ്പോർട്ട് എടുക്കുമ്പോൾ ആളുകൾ കയറാനാണല്ലോ കൂടുതൽ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ചിലപ്പോൾ മാർക്കറ്റ് 51,000 മുകളിൽ പോയി 51,500 ഒന്നും എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി അപ്സൈഡ് എടുത്തുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്കാണ് നിഫ്റ്റിയിൽ എന്ന് പ്ലാൻ. ബാങ്ക് ചെയ്യുന്നൊന്നുമില്ല, ബാങ്ക് ഇപ്പോൾ വാച്ച് ചെയ്യുന്നുള്ളൂ. ബാങ്ക് കുറച്ച് ദിവസം കഴിയട്ടെ, മന്ത്ലി എക്സ്പയറി അല്ലേ തുടങ്ങിയല്ലേ, അപ്പോൾ അതിൻ്റെ സ്വഭാവമൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നോക്കാം. 2 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു എഗെയിൻ നമ്മുടെ ആ ഒരു സ്വിംഗ് ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി റെഡി, നമ്മളെ ചാൻസ് ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഇനി 23,760 ടാപ്പ് ചെയ്യണം, 65 ടാപ്പ് ചെയ്യണം, നമുക്ക് നമ്മുടെ എൻട്രിയാണ്, പ്രോപ്പർ എൻട്രിയാണ്. അത് അത്യാവശ്യം നല്ല ടാർജറ്റും ഉണ്ട് നേരത്തേതിനേക്കാളും. കൊടുക്കട്ടെ വരട്ടെ, ഒന്ന് മുകളിലേക്ക് കയറിയാൽ നമുക്ക് എൻട്രി എടുക്കാൻ. ഇനി നമ്മുടെ പ്രോപ്പർ എൻട്രി ഏരിയ വന്നിട്ടുണ്ട്. എന്താണ് അവസ്ഥ, പ്രോപ്പർ എൻട്രി ഏരിയ വരുമ്പോൾ പറന്ന് താഴേക്ക് വരികയും ചെയ്യും. അഗ്രസീവ് എൻട്രി എടുത്താണെങ്കിൽ അത് പോയിട്ടുമില്ല. നേരത്തെ താഴെ ട്രേഡാണ് SL അടിച്ചിട്ടുമില്ല കേട്ടോ, അതാ രസം. താഴേക്ക് ഞാൻ വിചാരിച്ചു പ്രീമിയം നല്ല DK വരുന്നത്. നമ്മൾ ആ 106 നമ്മുടെ SL 106 കോസ്റ്റ് പ്രൈസിൽ കൊടുത്തില്ലേ, പക്ഷേ അതിന് ശേഷം 103.85 വരെ പോയിട്ടുള്ളൂ. അത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് SL ഒന്നും അടിക്കില്ലായിരുന്നു. അതിന് ശേഷം ഉണ്ടോ പറന്നിപ്പോൾ താഴേക്ക് വരുന്നത്. ഇത്രയും നേരം DK ആയിട്ട് അതിൻ്റെ നമ്മൾ എടുത്തതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് 10-5 പോയിന്റ് പോയിട്ട് ഇതിൻ്റെ SL അടിച്ചില്ല എന്നുള്ളതാണ് രസം നിഫ്റ്റിയിൽ. ഞാൻ എടുത്തതിന് ശേഷം മാർക്കറ്റ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പോയി പുട്ട് ഓപ്ഷൻ. പക്ഷേ പ്രീമിയത്തിൽ DK വന്നിട്ടില്ല, നേരെ തിരിച്ചാണ് വന്നത്. ഞാൻ ആ DK വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കോസ്റ്റിൽ ഇറങ്ങി, അല്ല ഞാൻ ഇറങ്ങൂലായിരുന്നു ആ ട്രേഡിൽ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, 2 മണിയായി. ഒന്ന് മുകളിലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. 23,765 ലെവലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. 10 പോയിന്റ് മുകളിൽ പോയാൽ മതി, അധികമൊന്നും വേണ്ട. 10 പോയിന്റ് മുകളിൽ പോയാൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുക്കും. നമുക്ക് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, എന്നുവെച്ചാൽ എൻട്രി വരികയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, സമയം 2:18. നമുക്ക് 1:5 ഇല്ല, ഒരുപാട് ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. 106 എൻ്റെ SL കോസ്റ്റിൽ അടിച്ചിട്ട് പിന്നെ വരുന്ന വരവാണ് നിഫ്റ്റി. എന്ത് പാളിയത് ഇന്ന് ആവൂല കേട്ടോ. ഇനി നമുക്കൊരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം. കാരണം 23,732 മുകളിലേക്ക് ഒരു 1 മിനിറ്റിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്, അത് ടാപ്പ് ചെയ്യുമ്പോൾ താഴെ നോക്കാം. ബാങ്ക് ഡൗൺ സൈഡൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബാങ്കിൽ ടാർജറ്റ് ഇല്ല, അങ്ങോട്ടും ഇല്ല. നിഫ്റ്റി തന്നെ നോക്കാം, നിഫ്റ്റി ഡൗൺ സൈഡ് തന്നെ നോക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മുകളിൽ പോയാലേ എൻട്രി ഉണ്ടാവുള്ളൂ. 23,725 ആയിട്ടുണ്ട്. ഒരു 10 പോയിന്റ് കൂടി, 10 വേണ്ട 8 പോയിന്റ് കൂടി മുകളിൽ പോയാൽ എൻട്രി നോക്കാം നമുക്ക്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരുമോ നോക്കാം. പ്രീമിയം ഒക്കെ ഒന്ന് ഡൗൺ ആയി, 132 എത്തിയിട്ടുണ്ട് വീണ്ടും. 106 വരെ പോയിട്ട് 106 SL അടിച്ചാൽ രസമായി. വല്ലാത്തൊരു കോസ്റ്റ് വെക്കലെന്ന്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ പൊന്നോ 170 വരെ പോയില്ലേ, 60-ലേറെ പോയിന്റ്. 1:10 പോവാണ് ഈ ട്രേഡ്. ആകെ 74 പോയിൻ്റാണ് കണ്ടുള്ളൂ. ഇനി അതിനാണ് 60 പോയിന്റ് 65 പോയിന്റ് ടാർഗറ്റ് വന്ന്. എന്ത് മൂവ്മെൻറ്റാണ് മൂവ് ചെയ്ത്. ഇനിയിപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കണ്ട, നമ്മൾ വിചാരിച്ചൊക്കെ ഒന്ന് നടന്നിട്ടുണ്ട്. ഡൗണിൽ പോയി ടാപ്പ് ചെയ്ത് അപ്പ് സൈഡ് പോകുന്നു പറഞ്ഞത് നടന്ന്, അപ്പ് പോകുന്നു, ഡൗൺ ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. ഏതായാലും ഇനി ഞാൻ ട്രേഡ് ചെയ്യില്ല.